ഉണർവ് 2025 പദ്ധതിയുമായി പുതുവർഷത്തെ വരവേറ്റ് ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഒരു കലണ്ടർ രൂപത്തിലാക്കി ഉണർവ് 2025 എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്തത്. ഇതോടൊപ്പം ഏറ്റുമാനൂർ ടൗണിലെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പ്രസിഡന്റ് ദിനേശ് ആർ ഷേനായുടെ അധ്യക്ഷതയിൽ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജും ഉണർവ് 2025 പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS വിശ്വനാഥനും നിർവഹിച്ചു. നമ്മുടെ ശക്തിനഗർ അസോസിയേഷന്റെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ കുടുംബം നമ്മുടെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ 100ഓളം വരുന്ന കുടുംബങ്ങളെ ഒത്തുചേർത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു ആഘോഷവും അതുപോലെ കുടുംബ സംഗമവും ഒക്കെ നടത്തുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ കുടുംബാംഗങ്ങളും ഒക്കെ വിവിധ തലങ്ങളിൽ ഉന്നത ജോലികൾ വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഇതിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന ഡോക്ടർ, അതുപോലെ നിൽക്കുന്ന ഡോക്ടർമാർ, അതുപോലെ ഓരോ സ്ഥാപനങ്ങളിൽ ബാങ്കില് മറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ ഉന്നത ജോലികൾ ചെയ്യുന്ന അംഗങ്ങളാണ്. അപ്പം എങ്കിലും ഇത്രയും പേര് ഈ പരിപാടി നമ്മുടെ കുടുംബയോഗം, നമ്മുടെ കുടുംബ സംഗമം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നിച്ചു. കാരണം ഒരു റെസിഡൻസ് അസോസിയേഷൻ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മാതൃകാപരമായ ഒരു റെസിഡൻസ് അസോസിയേഷനാണ്. ഇവിടെ സൂചിപ്പിച്ച കോട്ടയം ജില്ലയിൽ 3ാം സ്ഥാനം കൈവരിക്കുക എന്നുള്ളത് വളരെ, കോട്ടയം ജില്ലയിലല്ല, റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്ന് നമുക്കൊരു സ്ഥാനം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനം അത്രമാത്രം വളരെ നല്ല രീതിയിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സ്ഥാനം നമുക്ക് ലഭിച്ചത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പരസ്പരം ഒന്ന് കണ്ടുമുട്ടുവാനും നമ്മുടെ വാർഡുകളിലും അതുപോലെ നമ്മുടെ സമീപത്തുള്ളവരുമായിട്ട് പരസ്പരം പങ്കുവയ്ക്കുന്നതിനും പരസ്പരം സംസാരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഒരു പരിധിവരെ പ്രായമായിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ വന്ന് അവരുടെ പഠനകാലത്തുള്ള കഥകളും കാര്യങ്ങളൊക്കെ. അസോസിയേഷൻ സെക്രട്ടറി B സുനിൽകുമാർ ഉണർവ് 2025 പദ്ധതികൾ വിശദീകരിച്ചു. പുതിയ ഓഫീസ് മന്ദിരം നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഉണർവ് പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ അരിയുടെ വിതരണം രക്ഷാധികാരി MS മോഹൻദാസ് നിർവഹിച്ചു. അസോസിയേഷൻ ട്രഷറർ N വിജയകുമാർ, സ്ത്രീശക്തി കൺവീനർ അമ്മിണി സുശീലൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ബാബു സംക്രാന്തിയും രചനയും നയിച്ച മ്യൂസിക് നൈറ്റും സ്നേഹവിരുന്നും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.